നമസ്കാരം. നമ്മൾ മൂന്ന് ടൈപ്പിലുള്ള ബോണ്ടിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉത്തരമുണ്ട്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കോവാലന്റ് ബോണ്ടിങ്ങിലെ ഒരു സ്പെഷ്യൽ ടൈപ്പിനെ കുറിച്ച് പറയാം. നോക്കിക്കോളൂ, ഞാൻ കുറച്ച് മോളിക്യൂൾസിന്റെ പേര് എഴുതാം. H2, Cl2, Br2, I2, O2, N2. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഞാൻ അവിടെ തന്നിട്ടുള്ളത്. കുഞ്ഞോളെ, ഈ പറയപ്പെട്ട മോളിക്യൂളുകളിൽ ഹൈഡ്രജൻ മോളിക്യൂൾ, ക്ലോറിൻ മോളിക്യൂൾ, ബ്രോമിൻ മോളിക്യൂൾ, അയഡിൻ മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂൾ, നൈട്രജൻ മോളിക്യൂൾ, ഏതാണ് അതിലെ ബോണ്ടിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമില്ലേ പറയാൻ? ഏതാണ്? യെസ്, ഏതാണ്? അത് കോവാലന്റ് ബോണ്ടാണ്, അല്ലേ? H2 എന്ന് പറഞ്ഞാൽ HH സിംഗിൾ ബോണ്ട്, അല്ലേ? HH സിംഗിൾ ബോണ്ട്. ഇതോ Cl Cl സിംഗിൾ ബോണ്ട്, Br Br സിംഗിൾ ബോണ്ട്, I single bonds, O double bonds, N triple bonds. ഇതെല്ലാം കോവാലന്റ് ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. കോവാലന്റ് ബോണ്ടുള്ള മോളിക്യൂൾസിനാണ് കോവാലന്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കോവാലന്റ് മോളിക്യൂൾസ് ആണ്. നിങ്ങൾ അവിടെ നോക്ക്, ഈ പറയപ്പെട്ട കോവാലന്റ് മോളിക്യൂൾസില് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് സിമിലർ ആയിട്ടുള്ള രണ്ടാറ്റങ്ങൾക്കിടയിലാണ്. ഒന്നുകൂടി ദി കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ടു സിമിലർ ആറ്റംസ്. ആ പോയിന്റ് മനസ്സിൽ അവിടെ തന്നെ ഉറപ്പിച്ചു വെച്ചോ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി പോവാം. ഇതിൽ ഏതെങ്കിലും ഒരു മോളിക്യൂൾ നിങ്ങൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ തന്നെ ആയിക്കൊള്ളട്ടെ. ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ആണ് ഉള്ളത്. അതിന്റെ ഒരു ഷെല്ലിൽ, ഒരേ ഒരു ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്, ആണല്ലോ. സാധാരണ രീതിയിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തില് അതിന്റെ ന്യൂക്ലിയസ് അതിന്റെ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് അതിന്റെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. അതേസമയം ഈ ഹൈഡ്രജൻ വേറൊരു ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇത് രണ്ടാമത്തെ ഹൈഡ്രജന്റെ ന്യൂക്ലിയസ്, ഇത് ആ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ. ഇതിന്റെ ന്യൂക്ലിയസ് ഇതിന്റെ ഇലക്ട്രോൺ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഇലക്ട്രോണിനെ ഇതിന്റെ ന്യൂക്ലിയസ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ രണ്ടെണ്ണം പരസ്പരം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടാൽ, ഏത് ബോണ്ടിങ്? കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടാൽ, അതായത് ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്താൽ, ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഷെയർഡ് ഇലക്ട്രോണുകൾ ആക്ച്വലി ഒരു ആറ്റത്തിൻ്റെത് മാത്രമല്ല, അത് രണ്ടാറ്റങ്ങൾക്ക് കൂടിയിട്ടുള്ളതാണ്. ഇനി ശ്രദ്ധിച്ചോ, ഇനി ഇങ്ങനെ കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഷെയർഡ് ഇലക്ട്രോണുകളെ രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകളും അങ്ങോട്ട് ആകർഷിക്കും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇലക്ട്രോണുകളെ ഈ ന്യൂക്ലിയസ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഈ രണ്ട് ഇലക്ട്രോണുകളെ ഈ ന്യൂക്ലിയസ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതായത് ഷെയറിംഗിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഷെയറിംഗിൽ ഏർപ്പെട്ടിട്ടുള്ള ആറ്റങ്ങൾ അതിന്റെ ഇലക്ട്രോണിനെ മാത്രമല്ല അതിന്റെ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്യും. പിന്നെയോ ഷെയർഡ് ഇലക്ട്രോണുകളെ മുഴുവനായിട്ടും അട്രാക്ട് ചെയ്യും. ഒരു പെയർ ഇലക്ട്രോണ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാത് ആറ്റങ്ങൾ ആ രണ്ട് ഇലക്ട്രോണുകളെയും പരസ്പരം അട്രാക്ട് ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള ഏത് ആറ്റങ്ങൾക്കും എന്തിനുള്ള കഴിവുണ്ട്, എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്? യെസ്, ഷെയർഡ് ഇലക്ട്രോണുകളെ പരസ്പരം അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേരെന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? It is the property or ability of an atom to attract the shared electrons towards itself.
ഏത്? ടു അട്രാക്ട് ദി ഇലക്ട്രോൺസ് എന്നല്ല പറഞ്ഞു, ടു അട്രാക്ട് ദി ഷെയർഡ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. പരസ്പരം പങ്കുവച്ചിട്ടുള്ള ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കോവാലന്റ് മോളിക്യൂളിലെ ആറ്റങ്ങളുടെ കഴിവാണ്. ഷെയറിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള ആറ്റങ്ങളുടെ കഴിവിനെ പറഞ്ഞ പേരാണെന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ എല്ലാ ആറ്റങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. അത് ചില ആൾക്കാർക്ക് കൂടുതലാണ്, ചില ആൾക്കാർക്ക് അത് കുറവാണ്. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആളാണ് ഫ്ലോറിൻ. നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പോളിംഗ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പോട്ടെ, അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ ദ കോവാലന്റ് മോളിക്യൂൾ ടു അട്രാക്ട് ദി ഷെയർഡ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. അങ്ങനെയാണ്. ഇതാ, ഇത് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണുകളാണ്. ഈ ഇലക്ട്രോണുകളെ ഈ ഹൈഡ്രജൻ ആറ്റം അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഈ ഹൈഡ്രജൻ ആറ്റം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ സംഗതി എന്താണ്? രണ്ടും ഒരേപോലുള്ള ആറ്റങ്ങളാണ്. രണ്ടും ഹൈഡ്രജൻ ആറ്റങ്ങളാണ്, അതായത് സിമിലർ ആറ്റങ്ങളാണ്. അപ്പൊ എന്ത് സംഭവിക്കും? രണ്ടുപേരും ഒരുപോലെ അട്രാക്ട് ചെയ്യും. ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എബിലിറ്റി തന്നെയാണ് ഈ ഹൈഡ്രജൻ ആറ്റത്തിനും ഉള്ളത്. അപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരുപോലെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഷെയർഡ് ഇലക്ട്രോൺസ് എന്ന് വിചാരിക്കുക. ഇതൊരു ഹൈഡ്രജൻ, ഇത് വേറൊരു ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കുക. ഇതിനെ രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ അട്രാക്ട് ചെയ്യും, ഒരുപോലെ അട്രാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഷെയർഡ് ഇലക്ട്രോൺസ് ഒരാളടുത്തേക്ക് കൂടുതലായിട്ട് നീങ്ങി നിൽക്കുമോ? ഇങ്ങോട്ടോ അങ്ങോട്ടോ കൂടുതലായിട്ട് നീങ്ങി നിൽക്കുമോ? ഇല്ല. ഷെയർഡ് ഇലക്ട്രോൺസ് ഒരാറ്റത്തിന്റെ അടുത്തേക്ക് മാത്രമായിട്ട് നീങ്ങി നിൽക്കില്ല. അതേപോലെ ഇതിന്റെ കേസ് അങ്ങനെ തന്നെയല്ലേ? ക്ലോറിൻ ഷെയർ ചെയ്ത രണ്ട് ഇലക്ട്രോണുകളാണ് ഈ പറയപ്പെട്ടത്. രണ്ട് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്ത രണ്ട് ഇലക്ട്രോണുകൾ എന്താണ്? അതാത് ആറ്റങ്ങൾ ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പറയപ്പെട്ട മോളിക്യൂളുകളിലൊന്നും എന്ത് സംഭവിക്കില്ല? ഷെയർഡ് ഇലക്ട്രോൺസ് ഒരാറ്റത്തിന്റെ അടുത്തേക്ക് കൂടുതലായിട്ട് നീങ്ങി നിൽക്കില്ല. ഒരാൾ കൂടുതലായിട്ട് പിടിച്ചു വലിക്കുന്നില്ല, അത് മറ്റാളിങ്ങനെ വീക്കായിട്ട് ഒരാൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വലിക്കുന്നില്ല. അങ്ങനെയില്ല. രണ്ടുപേരും ഈക്വലായിട്ട് പിടിച്ചു വലിക്കുന്നത് കൊണ്ട് ഇലക്ട്രോൺസിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കത്തില്ല. ഇങ്ങനെയുള്ള കോവാലന്റ് ബോൺസിന്റെ പേരാണ് കേൾക്കണേ. ഇത്തരം കോവാലന്റ് ബോൺസിന് ഒരു പേരുണ്ട്, മറക്കരുത്. അതിന്റെ പേരാണ് നോൺ പോളാർ കോവാലന്റ് ബോൺസ്. എന്നാണ്? നോൺ പോളാർ കോവാലന്റ് ബോൺസ്. അപ്പൊ എങ്ങനെ നിങ്ങൾ അത് പറയും? നിങ്ങൾ അങ്ങനെ ഡിഫൈൻ ചെയ്യും? When a covalent bond is formed between two similar atoms, the shared electrons are equally attracted by the shared atoms. That means the shared electrons never displaced towards any one of the atoms. Such covalent bonds are called non-polar covalent bonds. അതേസമയം കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് രണ്ട് ഡിസിമിലർ ആറ്റങ്ങൾക്കിടയിലാണ് എങ്കിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. ആ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ കുഞ്ഞോളെ? യെസ്, ശ്രദ്ധിച്ചോളൂ. എക്സാമ്പിൾ വെച്ച് പറയാം. ഡിസിമിലർ ആറ്റങ്ങൾക്കിടയിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ളത് HCl. ഹൈഡ്രജനും ക്ലോറിനും എടുക്കാൻ ഇത് ഫോം ചെയ്തിട്ടുള്ളത് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. H2O നമ്മൾ കുടിക്കുന്ന വെള്ളം, അമോണിയ NH3, HFA. ഇതൊക്കെ എന്താണ്? കോവാലന്റ് ബോണ്ടീസ്. എല്ലാ കോവാലന്റ് മോളിക്യൂൾസ് തന്നെയാണ്. And here the covalent bond is formed between two dissimilar atoms. അപ്പൊ എന്ത് സംഭവിക്കുമോ? ഞാൻ ആദ്യത്തെ എടുക്കാം എക്സാമ്പിൾ ആയിട്ട് HCl means hydrogen and chlorine are binded together by a single covalent
Cl. ഓക്കെ, ഇനി അവിടെ നോക്ക്, ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ല. ആർക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? അതിന് ക്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. കേൾക്കണേ, ഈ ഷെയർഡ് ഇലക്ട്രോണുകളെ, ഇതാണ് ഹൈഡ്രജൻ, ഇതാണ് ക്ലോറിൻ വിചാരിക്കാം, അവർ തമ്മിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ആ ഷെയർഡ് ഇലക്ട്രോണുകളെ ക്ലോറിൻ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? രണ്ടുപേർക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ആ പ്രോപ്പർട്ടി രണ്ടുപേർക്കും ഒരുപോലെയല്ല. ഇതില് ഈ രണ്ട് ആറ്റങ്ങളിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി, അതായത് ഷെയർഡ് ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്, അത് ക്ലോറിന് കൂടുതലാണ്. ഹൈഡ്രജനേക്കാളും ക്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ എന്താവുന്ന അറിയാവുക, ആ ഷെയർഡ് ഇലക്ട്രോണുകളെ ക്ലോറിൻ തൻ്റെ അടുത്തേക്ക്, ഇതാണ് ക്ലോറിൻ വിചാരിക്കുക, ക്ലോറിൻ തൻ്റെ അടുത്തേക്ക് കൂടുതലായിട്ട് പിടിച്ചു വലിക്കും. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള അഗ്രിമെന്റ് എന്താ? നമുക്ക് ഷെയറിങ്ങിൽ ഏർപ്പെടാം. ഷെയറിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിൽ ഇന്റേതല്ല ഹൈഡ്രജനെ എന്ന് ക്ലോറിൻ പറഞ്ഞു. ഇനി മുതൽ ഇത് നിന്റേതോ ഇത് എന്റേതോ അല്ല, ഇത് നമ്മുടേതാണ് എന്നുള്ള മ്യൂച്വൽ അഗ്രിമെന്റിലാണ് ആ ബോണ്ട് ഫോം ചെയ്തത്. പക്ഷെ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്ലോറിൻ അതിന്റെ തനി സ്വഭാവം പുറത്തെടുത്തു. അയാൾക്ക് എന്താണ്, ഇങ്ങനെ സ്വന്തമാക്കാനുള്ള ഒരു പ്രവണത കൂടുതലാണ്, ഇലക്ട്രോൺ പിടിച്ചു വലിക്കാനുള്ള പ്രവണത കൂടുതലാണ്. പാവം ഹൈഡ്രജൻ അത് അറിഞ്ഞില്ല. എന്ത് സംഭവിക്കുന്ന അറിയാവോടാ കുഞ്ഞോളെ? ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺ പേര് അത് കൂടുതലായിട്ട് ക്ലോറിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. കാരണം ക്ലോറിൻ കൂടുതലായിട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. അത്ര പിടിച്ചു വലിക്കാൻ മിസ്റ്റർ ഹൈഡ്രജന് കഴിയുന്നില്ല. അപ്പൊ ഷെയർഡ് ഇലക്ട്രോണുകൾ ക്ലോറിൻ തന്റെ അടുത്തേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കും. അതുകൊണ്ട് ഇലക്ട്രോൺ പേര് ക്ലോറിന്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിൽക്കും. പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രജന്റെ അടുത്ത് നിന്ന് ക്ലോറിൻ ഇലക്ട്രോൺ പിടിച്ചു വാങ്ങുന്നില്ല, ഫുള്ള് പിടിച്ചു വാങ്ങുന്നില്ല. അതായത് ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് ക്ലോറിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അങ്ങനെയായാലോ അത് അയോണിക് ബോണ്ടായി. അങ്ങനെയില്ല, ബോണ്ട് കോവാലന്റ് തന്നെയാണ്, ഷെയറിംഗ് തന്നെയാണ്. അല്ലാതെ ഹൈഡ്രജന്റെ അടുത്ത് നിന്ന് ഇലക്ട്രോൺ പിടിച്ചു വാങ്ങുന്നില്ല, ഹൈഡ്രജൻ അങ്ങോട്ട് ഇലക്ട്രോൺ കൊടുക്കുന്നില്ല. പിന്നെയോ ഹൈഡ്രജന്റെ പിടിയിൽ നിന്ന് മെല്ലെ ഇങ്ങോട്ട് അതിനെ ഊരിയെടുക്കാൻ വേണ്ടി നോക്കുന്നു. ഹൈഡ്രജൻ പിടി വിടുന്നില്ല, ക്ലോറിൻ മുഴുവനായിട്ട് കിട്ടുന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താ സംഗതി? ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഇലക്ട്രോൺ പെയർ ക്ലോറിന്റെ അടുത്തേക്ക് കൂടുതലായിട്ട് നീങ്ങി നിൽക്കുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്താകും? ക്ലോറിന് ചുറ്റും ഒരു ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി, ഇലക്ട്രോണിന്റെ സാന്ദ്രത, ഇലക്ട്രോണിന്റെ പ്രസൻസ് കൂടും. അതായത് നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കൂടും. ഈ ഇലക്ട്രോൺ ഇത് ഓൾറെഡി ക്ലോറിന്റെ തന്നെ ഇലക്ട്രോണാണ്. പക്ഷെ ഈ ഇലക്ട്രോൺ കൂടുതലായിട്ട് ക്ലോറിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുന്നത് കൊണ്ട് അതിന് ചുറ്റും ചെറിയൊരു നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് ഫീൽ ചെയ്യും. ഫുൾ നെഗറ്റീവ് ചാർജ് അല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയാലും ക്ലോറിന് ഫുൾ നെഗറ്റീവ് ചാർജ് കിട്ടും, ഇതിന് ഫുൾ പോസിറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെയല്ല. പിന്നെയോ ലേശം നീങ്ങി നിൽക്കുന്നത് കൊണ്ട് ക്ലോറിന് ചെറിയൊരു നെഗറ്റീവ് ചാർജ് കിട്ടും. ആ ചെറിയ നെഗറ്റീവ് ചാർജിനെ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഡെൽറ്റ നെഗറ്റീവ്, സ്മോൾ നെഗറ്റീവ് ചാർജ്. ഡെൽറ്റ നെഗറ്റീവ് ചാർജ്, സ്മോൾ നെഗറ്റീവ് ചാർജ്. അതേപോലെ ഹൈഡ്രജന്റെ അടുത്ത് നിന്ന് ഇലക്ട്രോൺ മെല്ലെ ദൂരേക്ക് മാറി നിന്നില്ലേ, അതുകൊണ്ട് ഹൈഡ്രജന് ചെറിയൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. അതിനെ നമ്മൾ ഡെൽറ്റ പോസിറ്റീവ് ഇങ്ങനെ കാണിക്കും. അതായത് ഈ ബോണ്ടിന് ശ്രദ്ധിക്ക്, ആ ബോണ്ടിന് ചെറിയൊരു അയോണിക് ക്യാരക്ടർ വന്നു. സംഗതി കോവാലന്റ് ആണ്, പക്ഷെ ചെറിയൊരു അയോണിക് ക്യാരക്ടർ വന്നു, ചെറിയ ചാർജ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. ചാർജുകൾ പോളറൈസ് ചെയ്യുന്നു, ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു, രണ്ടറ്റങ്ങളിലായിട്ട് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത്തരം കോവാലന്റ് ബോണ്ടുകളെ പറഞ്ഞ പേരാണ് പോളാർ കോവാലന്റ് ബോണ്ട്സ്. എന്നാണ് പോളാർ കോവാലന്റ് ബോണ്ട്സ്. പോളാർ എന്ന് പറഞ്ഞ
എന്തുകൊണ്ടാണ് രണ്ട് അറ്റങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു, പൊളാരിറ്റി ഉണ്ടാകുന്നു. ഓക്കെ, പോളാർ കോവാലന്റ് ബോണ്ട്സ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അത് ഡിഫൈൻ ചെയ്യും? When a covalent bond is formed between two dissimilar atoms, electron pairs, shared electrons are displaced towards more electronegative atom, and as a result there will a small negative charge develop. A small negative charge is developed on more negative electronegative atom, and small positive charge is developed on less electronegative atom. Such covalent bonds are called polar covalent bonds. അപ്പോൾ ആ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ കാണിച്ചതാണ് ഈ ആരോ മാർക്ക്. ബോണ്ടിന്റെ നടുവിൽ എങ്ങോട്ടാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് അങ്ങോട്ട് ഒരു ആരോ മാർക്കിട്ട് കാണിക്കാം. ഓക്കെ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ് ചെയ്തത് ആരുടെ അടുത്തേക്കാണോ അയാൾക്ക് ചെറിയൊരു നെഗറ്റീവ് ചാർജും, ആരുടെ അടുത്ത് നിന്നാണോ ഇലക്ട്രോൺ ഡിസ്പ്ലേസ് ചെയ്തത് അയാൾക്ക് ചെറിയൊരു പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ഓക്കെ, അതാണ് ഡെൽറ്റ പോസിറ്റീവും ഡെൽറ്റ നെഗറ്റീവും. ഓക്കെ, സംശയമില്ലല്ലോ. നമ്മുടെ പിന്നെ വെള്ളം H2 പൊളാരിറ്റി നോക്കിക്കോ. H2 സ്ട്രക്ചർ ഇതാണ്. ഈ സ്ട്രക്ചർ കിട്ടിയുള്ള കാരണം പറയും. ഓക്കെ, ഇതില് രണ്ട് കോവാലന്റ് ബോണ്ട് ഉണ്ട്. OH സിംഗിൾ ബോണ്ട്, OH സിംഗിൾ ബോണ്ട്. ആ രണ്ട് ബോണ്ടുകളും ഫോം ചെയ്തിട്ടുള്ളത് രണ്ട് ഡിസിമിലർ ആറ്റങ്ങൾക്കിടയിലാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാണ് ഇലക്ട്രോണിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക? യെസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഓക്സിജൻ ആണ്. സോ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഓക്സിജന്റെ അടുത്തേക്കാണ് ഉണ്ടാവുക. ആസ് എ റിസൾട്ട് ഓക്സിജൻ will attain the small negative charge, hydrogen will attain the small positive charge. അതേപോലെ അമോണിയയുടെ കേസിൽ ഇതാണ് അമോണിയ സ്ട്രക്ചർ കേട്ടോ. സ്ട്രക്ചർ നമ്മൾ പറയൂ. ഇത് 3 പോളാറാണ്. NH സിംഗിൾ ബോണ്ട്, NH സിംഗിൾ ബോണ്ട്, NH സിംഗിൾ ബോണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ നൈട്രജൻ ആണ്. സോ ഇലക്ട്രോൺ will displace towards the nitrogen. Okay, as a result nitrogen will attain the small negative charge, hydrogen attain the small delta positive charge. Okay, അപ്പൊ എന്താണ് നോൺ പോളാർ, എന്താണ് പോളാർ കോവാലന്റ് ബോണ്ട്സ് എന്ന് കുഞ്ഞൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത വീഡിയോയില് നമ്മൾ ഇതുവരെയുള്ള എല്ലാ തരത്തിലുള്ള ബോണ്ടിങ് പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ പറയാത്ത മോളിക്യൂൾസിന്റെ ഷേപ്പിനെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.